പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസുഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ TV പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹു ആണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചക പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ പലതും പിൽക്കാലത്ത് ഇസ്ലാമിക ശരീഅത്തിൽ നിയമങ്ങളായി തീരുമാനിക്കപ്പെടുകയുണ്ടായി. മദ്യപിക്കുന്നവർക്കും വ്യഭിചാരികൾക്കും ശിക്ഷ അദ്ദേഹം നടപ്പാക്കി. ഇസ്ലാം പിന്നീട് ആ ശിക്ഷാ നിയമം ശരിവെക്കുകയുണ്ടായി. മദ്യപാനം പാടില്ല, വ്യഭിചാരം, അനാശാസ്യ ബന്ധങ്ങൾ പാടില്ല. അങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു അദ്ദേഹം. ഇസ്ലാമിക രാജ്യങ്ങളിൽ ആ ശിക്ഷ കർശനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നിയമിച്ച ഒരു നിയമമായിരുന്നു കഅബാലയം നഗ്നരായി പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. വിശുദ്ധ കഅബാലയം നൂൽബന്ധമില്ലാതെ ആണും പെണ്ണും ഒരുമിച്ച് പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. അദ്ദേഹം അത് നിരോധിച്ചു. നഗ്ന പ്രദക്ഷിണം, നഗ്ന ആരാധനകൾ അദ്ദേഹം നിരോധിക്കുകയുണ്ടായി. അദ്ദേഹം നടത്തിയൊരു വലിയ പരിഷ്കാരമാണ്. പ്രവാചകൻ അതിൽ കർശനമായ താക്കീതാണ് പുറപ്പെടുവിച്ചത്. ഇസ്ലാം നഗ്നതാ പ്രദർശനത്തെ അങ്ങേയറ്റം വിമർശിക്കുന്നു, എതിർക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇയ്യാക്കും വത്താറ, ജനങ്ങളെ നിങ്ങളുടെ നഗ്നത പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ഭയപ്പെടണം, വല്ലാതെ സൂക്ഷിക്കണം. കാരണം നിങ്ങളോടൊപ്പം പരിശുദ്ധരായ മാലാഖമാരുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു 2 വേളകളിൽ, ഒന്ന് മലമൂത്ര വിസർജന വേളകളിൽ, 2 ഭാര്യാഭർത്തൃ ബന്ധ സമയത്ത്. ഈ 2 സമയത്തല്ലാതെ ബാക്കി 24 അവേഴ്സ് നിങ്ങളുടെ കൂടെ നടക്കുന്ന, സഞ്ചരിക്കുന്ന വിശുദ്ധരായ പ്രമുഖരായ മാലാഖമാരുണ്ട്. ഫസ്തഹ്യൂഹും വ അക്രിമൂഹും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഈ 2 സമയത്തൊഴിച്ച് എല്ലാ സന്ദർഭത്തിലുമുള്ള മലക്കുകളെ അവരെക്കുറിച്ച് ലജ്ജ തോന്നണം, അവരെ നിങ്ങൾ ആദരിക്കണം. അതുകൊണ്ട് നഗ്നതാ പ്രദർശനം പാടില്ല. കേരളമേ ലജ്ജിക്കുക, മലയാളിയെ മൂക്കത്ത് വിരൽ വയ്ക്കുക. അവിവാഹിതരായ പെൺകുട്ടികൾ നഗ്നരായി സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു കുത്താൻ വേണ്ടി പോയി മറ്റ് അന്യ പുരുഷന്മാരുടെ മുന്നിൽ അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നമ്മുടെ ഈ നാട്? കേരളം അഭിമാനിക്കുന്ന ആ മഹത്തായ പൈതൃകവും പാരമ്പര്യമൊക്കെ എവിടെ പോയി? ഇവിടെ നല്ല നല്ല കുടുംബങ്ങളിലെ പെണ്ണുങ്ങൾ മറക്കുടയും പിടിച്ച്
തൻ്റെ മുഖം അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് ലജ്ജിച്ച് നടന്നിരുന്നവർ. മലയാളി പെണ്ണിൻ്റെ നാണം, അവരുടെ ഏറ്റവും വലിയ ആഭരണം അതാണ്. ആ സ്ഥാനത്ത് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിക്കുകയാണ്. എവിടെ പോയി കേരളത്തിൻ്റെ പൈതൃകം, പാരമ്പര്യം? പ്രവാചകൻ പറഞ്ഞു, നഗ്നത പാടില്ല, നഗ്നതാ പ്രദർശനം പാടില്ല. ഒരനുയായി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വന്തം നഗ്നത വെളിപ്പെടുത്താമോ? നിബിതങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അള്ളാഹു അഹക്കു ഐസ്തഹിയാബിഹി. നീ എവിടെ ഏകാന്തനായിരുന്നാലും സർവ്വലോകരക്ഷിതാവായ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ജഗന്യന്താവിൻ്റെ നിരീക്ഷണത്തിലാണ് നീ. ആ അള്ളാഹുവിനെ കുറിച്ച് ലജ്ജിക്കണ്ടേ? അതുകൊണ്ട് നഗ്നതാ പ്രദർശനം പാടില്ല. അള്ളാഹു സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നഗ്നത പിശാചിന് ഏറ്റവും പ്രിയമാണ്. നഗ്നത പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുമാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, മനുഷ്യ പിതാവായ ആദം ഹവ്വ അലൈഹിമസ്സലാമയോട് പിശാച് ചെയ്ത ഒന്നാമത്തെ ചതി അവരുടെ തുണി ഊരിക്കളയലായിരുന്നു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആ നിമിഷം അവരുടെ വസ്ത്രങ്ങളില്ലാതായിപ്പോയി. മനുഷ്യൻ്റെ നഗ്നത വെളിപ്പെടുത്തലാണ് പിശാച് മനുഷ്യനോട് ചെയ്ത ഒന്നാമത്തെ ചതിയെന്ന് ബൈബിളും ഖുർആനും ജൂത മതവേദഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു. നഗ്നതാ പ്രദർശനം പിശാചിന് വളരെ ഇഷ്ടമാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പാണ്. അപ്പോൾ പരിശുദ്ധ കഅബാലയം കുളിച്ച് നഗ്നരായി ഈറനോട് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അറബികളിൽ. അബ്ദുൽ മുത്തലിബ് അത് നിരോധിച്ചു. പ്രവാചകൻ കുറേ കൂടി ശക്തമായി അത് നടപ്പിലാക്കി. അദ്ദേഹം കൊണ്ടുവന്ന 7ാമത്തെ ഒരു നയമായിരുന്നു, തീരുമാനമായിരുന്നു, വർഷത്തിൽ 4 മാസങ്ങൾ വിശുദ്ധിയുള്ളതായി പ്രഖ്യാപിച്ച് ആ മാസങ്ങളിൽ സംഘട്ടനം പാടില്ല എന്നുള്ളത്. ഇസ്ലാമിൽ റജബ് മാസത്തിൽ സംഘട്ടനം പാടില്ല, ദുൽഹജ്ജിൽ പാടില്ല, ദുൽഖഅദിൽ പാടില്ല. 4 മാസങ്ങളിൽ പവിത്രമാക്കി പ്രഖ്യാപിച്ച നിയമം അത് ഇസ്ലാം വീണ്ടും പിന്തുടർന്നു. അബ്ദുൽ മുത്തലിബ് നടപ്പാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിഷ്കാരമായിരുന്നു, അന്യായമായി ഒരാളെ വധിച്ചാൽ വധിച്ചവനും അവൻ്റെ കുടുംബവും ചേർന്ന് 100 ഒട്ടകങ്ങൾ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് കൊടുക്കണം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 ഏറ്റവും വില കൂടിയ കാറുകളേക്കാൾ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ നിയമം നടപ്പിലാക്കിയതും അബ്ദുൽ മുത്തലിബായിരുന്നു. ഇങ്ങനെ വിശുദ്ധിയുടെ പര്യായമായ, നന്മയുടെ വിളനിലമായ, പരോപകാരിയായ ഒരുപാട് നന്മകൾ ലോകത്തിന് പകർന്നു നൽകി 140 വർഷം ഈ ലോകത്ത് ജീവിച്ച് ഏറെക്കാലം മക്ക ഭരിച്ച നല്ലൊരു ഭരണാധികാരിയായിരുന്നു പ്രവാചക പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്ര സംഭാവനകളെക്കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടുതേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കൻഡ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551.
അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റമളാന്റെ തുടക്കത്തിൽ ഒരു മാസത്തെ അരി ഒന്നായി കൊടുക്കാൻ പറ്റുമോ? അരിക്ക് പകരമായി പണം കൊടുക്കാൻ കഴിയുമോ? ഇതൊരു പ്രധാന പ്രശ്നമായതുകൊണ്ടും മുസ്ലിങ്ങളെ പൊതുവായി ബാധിക്കുന്നത് കൊണ്ടും വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് റഹ്മത്താണ് ഏറ്റുമാനൂരിൽ നിന്നും. നോമ്പ് പിടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളവർക്ക് അവരുടെ ഫിദിയ, നമ്മൾ പറഞ്ഞല്ലോ 18 കിലോ അരി റമദാൻ തുടക്കത്തിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി റമദാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് വാർദ്ധക്യം അല്ലെങ്കിൽ മാറാ രോഗം കൊണ്ട് വയ്യ, നോമ്പ് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തം നേരത്തെ ചെയ്യാവുന്നതാണ്. ധാന്യമായി കൊടുക്കലാണ് ഏറ്റവും നല്ലത്. പണമായി കൊടുക്കാവുന്ന ചില ഇമാമുകൾ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അവർ പ്രത്യേകം വയ്ക്കുന്ന ഒരു നിബന്ധനയുണ്ട്. ഈ കൊണ്ടുപോകുന്ന പണം തെറ്റിലോ പാപത്തിലോ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കണം. പാപകർമ്മങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കുമെന്നൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ പണമായിട്ട് കൊടുക്കാൻ പാടില്ല, ധാന്യമായിട്ട് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് പ്രായച്ചിത്തത്തിൽ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരമാവധി അനുകൂലമാക്കി മാറ്റുന്ന വിഭാഗത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമളാൻ മാസത്തിൽ കച്ചവടത്തിലെ അമിത ലാഭം, കമ്മീഷൻ, പലിശ തുടങ്ങിയ അവിഹിതമായ വരുമാനത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്നവർക്കുള്ള പ്രതിഫലത്തെപ്പറ്റി ഖുർആനിലെ വിശദീകരണം എന്താണ്? ഇത് ചോദിച്ചിരിക്കുന്നത് എസ്.എ. മുഹമ്മദ് യൂസുഫാണ്. അവിഹിതമായ സമ്പാദ്യങ്ങൾ അതിന് റമളാൻ അല്ലാത്ത മാസങ്ങളെന്ന് വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാം സമ്പാദ്യങ്ങളിൽ ഹലാൽ ഏത് ഹറാം ഏത് എന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായൊരു വിവാദമായിരുന്നല്ലോ ഹലാൽ വിവാദം. ഭക്ഷണ സാധനങ്ങളിൽ മാത്രമാണ് ഹലാലും ഹറാമും ഉള്ളതെന്നാണ് ഒരുപാട് പേരുടെ ധാരണ. വസ്തുത അങ്ങനെയല്ല. മനുഷ്യൻ്റെ ജീവിതം മുച്ചൂടും അപ്പാടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഡമോക്ലീസിൻ്റെ വാളാണ് ഹലാലും ഹറാമും. മനുഷ്യൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഹലാലായിരിക്കണം, ഹറാമിൽ കൂടി പാടില്ല. മനുഷ്യൻ്റെ ബന്ധങ്ങളെല്ലാം ഹലാലായിരിക്കണം, ഹറാമായ ബന്ധങ്ങളൊന്നും പാടില്ല, സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും പാടില്ല. മനുഷ്യൻ്റെ ഭക്ഷണ വസ്തുക്കളെല്ലാം ഹലാലായിരിക്കണം, ഹറാമായ ഭക്ഷണങ്ങൾ പറ്റില്ല. മനുഷ്യൻ്റെ വസ്ത്രം ഹലാലായിരിക്കണം, ഹറാമിലൂടെ പറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇസ്ലാം മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഏറ്റവും ചെറിയ കാര്യം ഏതാണ്? ഏറ്റവും വലിയ കാര്യം ഏതാണ്? ഏറ്റവും ചെറിയ കാര്യം ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അള്ളാഹുവാണ് എന്നുള്ള ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ചെറിയ കാര്യം ജീവിതത്തിൽ ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ഹലാലായി മാത്രം ഉപയോഗിക്കുക. പ്രവാചകൻ പറഞ്ഞു, നീ 10 രൂപ കൊടുത്ത് ഒരു ലേസ് വാങ്ങി, ഒരു കർച്ചീഫ് വാങ്ങി, ഒരു ടവൽ വാങ്ങി, അത് തലയിലിട്ടുകൊണ്ട് നീ നമസ്കരിക്കുന്നു. ആ 10ൽ 9 ഹലാലാണ്, 1 രൂപ ഹറാമായിരുന്നുവെങ്കിൽ അത് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നിൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഹറാമിനെ അങ്ങേയറ്റം സൂക്ഷിക്കണം. പലിശയിലൂടെ സമ്പാദിക്കുന്നത്, അന്യരുടെ സമ്മതമില്ലാതെ അവരെ വേദനിപ്പിച്ച് അധാർമികമായി സമ്പാദിക്കുന്നത്, അത് കമ്മീഷനായാലും ശരി മറ്റെന്താണെങ്കിലും ശരി, ഹറാമായ സമ്പാദ്യങ്ങൾ ഒരു കാലത്തും പാടില്ല. റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു സർവശക്തനായ റബ്ബ് പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അവനൊന്നും സ്വീകരിക്കുന്നതല്ല. ഞാൻ ഹറാമിൽ പലിശയ്ക്കോ അവിഹിതമായോ കുറേ പണം സമ്പാദിച്ചതിന് ശേഷം അതുകൊണ്ട് പള്ളി കെട്ടിക്കൊടുക്കുകയോ പാവങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുകയോ പാവങ്ങളെ സഹായിക്കുകയോ ചെയ്താൽ അള്ളാഹുവിനടുക്കൽ അവയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്നും ആ പണം ഹലാലാവുകയുമില്ല.
അള്ളാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായത് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദാനം കൊടുക്കുന്നത് പരിശുദ്ധമായ മുതലായിരിക്കണം. ഹറായമായ മുതൽ ദാനം കൊടുത്തിട്ട് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതിഫലം കിട്ടുന്നതല്ല. അള്ളാഹുവിൻ്റെ ദൂതർ അരുൾ ചെയ്തു, ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നു, അയാൾ ഇഹ്റാം കെട്ടുകയാണ്, നിയ്യത്ത് ചെയ്തതാണ്. അള്ളാഹുവെ ഞാനിതാ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു, നിയ്യത്ത് കെട്ടിക്കൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് വിളിച്ചു പറയുമ്പോൾ വാനലോകത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയും, ലാ ലബ്ബൈക്ക വലാ സഅദൈക്ക. നീ ഹറാമായ രീതിയിൽ സമ്പാദിച്ച പണം കൊണ്ടാണ് ഹജ്ജിന് വന്നിരിക്കുന്നത്, നിൻ്റെ ലബ്ബൈക്കും ഇവിടെ വേണ്ട, നിൻ്റെ സാന്നിധ്യവും വേണ്ട, നിൻ്റെ ഹജ്ജും വേണ്ട. അപ്പോൾ ഹലാലല്ലാത്ത ഒന്നുകൊണ്ടും ദാനം ചെയ്യാനോ പള്ളിക്ക് കൊടുക്കാനോ പാവങ്ങൾക്ക് കൊടുക്കാനോ പാടില്ല. കൊടുത്താൽ അതിന് പ്രതിഫലം ആരും മോഹിക്കേണ്ട, അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല. ഉപയോഗിക്കുന്ന ഹലാൽ തന്നെയായിരിക്കണം ദാനം ചെയ്യേണ്ടതും. അതിന് റമളാനെന്നോ അല്ലാത്തതെന്നോ വ്യത്യാസമൊന്നുമില്ല. മരണശേഷം പരലോകത്ത്, വിചാരണയ്ക്കു ശേഷം സ്വർഗം, നരകം എന്നിവയിൽ നമ്മുടെ ഇഹലോക പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമുണ്ടല്ലോ. എന്നാൽ നാം ഇഹലോകത്ത് ചെയ്യുന്ന ഏതെല്ലാം നന്മ തിന്മകൾക്കാണ് ഇവിടെ തന്നെ പ്രതിഫലം കിട്ടുന്നത്? ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഒരു സഹോദരൻ കോഴിക്കോട് നിന്നും ചോദിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും. അതാണ് നമ്മൾ ഈ നന്മ തിന്മ പ്രതിഫലം എന്നൊക്കെ പറയുന്നത്. ഈ ലോകത്ത് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ഈ ലോകത്തും അല്ലാഹു തആല പ്രതിഫലം തരും. ഒരു സത്യവിശ്വാസിയാണെങ്കിൽ പരലോകത്തും പ്രതിഫലം തരും. ഈ ലോകത്ത് ചെയ്യുന്ന ഏത് തെറ്റിനും ഈ ലോകത്ത് തന്നെ തിരിച്ചടി കിട്ടും, പരലോകത്തും അതിന് തിരിച്ചടി ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നന്മയും തിന്മയും തിരിച്ചു കിട്ടും, റിയാക്ഷൻ ഉണ്ടാകും. ഈ ലോകത്തും ഉണ്ടാകും, പരലോകത്തും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുക. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. ചെറിയ ശിക്ഷയാണ് ഈ ലോകത്ത് വെച്ച് കിട്ടുന്നത്, വലുതാണ് അവിടെ വെച്ച് കിട്ടുന്നത്. നമ്മൾ കാലം തിരിച്ചടിച്ചു എന്നൊക്കെ പറയുമല്ലോ, കാലനീതി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഈ ലോകത്ത് കിട്ടുന്ന നന്മയോ തിന്മയോ. നാം ചെയ്യുന്ന ഏത് നന്മയ്ക്കും ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. മുട്ടുവേദന, ഉദരവേദന എന്നിവ ഇല്ലാത്ത ഒരാൾക്ക് മറ്റ് അസുഖങ്ങൾ കാരണം ശരീരം വളരെ ക്ഷീണിതനാണ്. ഇയാൾക്ക് ഇരുന്ന് നമസ്കരിക്കുവാൻ പറ്റുമോ? ഇരുന്ന് നമസ്കരിക്കുവാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ നിന്ന് നമസ്കരിക്കുന്ന ഒരാൾക്ക് തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് കുഞ്ഞു മൊയ്തീനാണ്, കുത്തോളിയിൽ നിന്നും. നമസ്കാരത്തിൻ്റെ ഫറളുകളിൽ ഒന്നാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ്. അത് കഴിയുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇപ്പം മുട്ടുവേദനയോ ഊരവേദനയോ നടുവേദനയോ ഒന്നും അല്ല പ്രശ്നം, നിൽക്കാൻ കഴിയുമോ ഇല്ലയോ. നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കുക. നിൽക്കാൻ കഴിയില്ലാത്തവർ മാത്രം കസേരയിലോ മറ്റോ ഇരുന്ന് നമസ്കരിക്കുക. കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയുടെ പിൻകാലുകൾ സഫിനൊപ്പിച്ചിടണം, മുൻകാലുകളല്ല, പിൻകാലുകൾ സഫിനൊപ്പിച്ചിടണം. അപ്പോൾ ഇരിക്കുന്നയാൾ കുറച്ചുകൂടി സഫിനേക്കാൾ മുന്നോട്ടായിരിക്കും, അതിന് കുഴപ്പമില്ല. ഇനി നിൽക്കാൻ പറ്റും, റുക്കുവും സുജൂദും ബുദ്ധിമുട്ടാണ്. മുട്ടുവേദനയോ ഈ പറഞ്ഞ തണ്ടൽ വേദനയൊക്കെ കൊണ്ട് റുക്കുവും സുജൂദും ബുദ്ധിമുട്ടാണെങ്കിൽ നൃത്തം നിൽക്കുക, ബാക്കി റുക്കുവും സുജൂദും കസേരയിൽ ഇരുന്ന് ചെയ്യുക. ഇങ്ങനെ കസേരയിൽ നിന്ന് നമസ്കരിക്കാം. കഴിവതും നിന്ന് തന്നെ നമസ്കരിക്കുക. നിവൃത്തിയില്ലെങ്കിൽ മാത്രം, അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കസേരയെ സ്റ്റൂളിനെയൊക്കെ ആശ്രയിക്കാവുന്നതാണ്. ഇനി ഇമാം, പള്ളിയിലെ ഇമാം തീരെ നിവൃത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം കസേരയിൽ നമസ്കരിച്ചാൽ മൗമുമിങ്ങൾക്ക് തുടരാവുന്നതാണ്. പാളയം പള്ളിയിൽ വിനീതനായ എനിക്ക് ശേഷം ഒരു ഇമാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ തറാവീഹ് നമസ്കാരം 20 റക്അത്തുണ്ടല്ലോ, പാളയം പള്ളിയിലെല്ലാം 20 റക്അത്താണ് തറാവീഹ്. അപ്പോൾ 20 റക്അത്തും ഇതുപോലെ താഴെ പോയി എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അദ്ദേഹം തറാവീഹ് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു. ഫർളാകുമ്പോൾ 3-4 റക്അത്തല്ലേ ഉള്ളൂ. തറാവീഹ് 20 പ്രാവശ്യം
പോയിട്ട് വരൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തറാവീഹ് നമസ്കാരം അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു. പാളയം പള്ളിയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ പിന്തുടർന്ന് നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഇതൊക്കെ അനുവദനീയമാണ്. നമ്മുടെ ആവശ്യകത, നമ്മുടെ ബലഹീനത അതാണ് പരിഗണിക്കേണ്ടത്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്, അള്ളാഹു നമ്മുടെ കഴിവിലേക്കാണ് നോക്കുന്നത്. നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിനപ്പുറത്ത് അള്ളാഹു ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. മനുഷ്യൻ്റെ കഴിവിനതീതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ കഴിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കഴിവും നമ്മുടെ മനസ്സും ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അതനുസരിച്ച് ചെയ്യുക. ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ഡിസ്ക് തള്ളൽ, മുട്ടു തേയ്മാനം, കഴുത്തു തേയ്മാനം, ബ്ലോക്കുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ് ഇവ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്താം. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MS-ന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അൽഹംദുലില്ലാഹ്. നമ്മളിനി ദുആയുടെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഉത്തരങ്ങളും. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാനുള്ള ദുആയാണ്. സ്ത്രീകൾക്കൊക്കെ സ്വർണ്ണാഭരണങ്ങൾ, കുട്ടികളുടെ കമ്മലുകൾ, വളക, മാല ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെടും. മുതിർന്ന നമ്മുടെ പുരുഷന്മാരുടെ മൊബൈല്, വാച്ച്, ഇങ്ങനെ ഒരുപാട് സാധനം നഷ്ടപ്പെടാറുണ്ട് നിത്യജീവിതത്തിൽ. അങ്ങനെ പോയാൽ തിരിച്ചു കിട്ടാനുള്ള ദുആ ലളിതമായൊരു ദുആയാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം 900 തവണ യാ ലത്തീഫ് യാ അല്ലാ, ലത്തീഫ് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ, യാ ലത്തീഫ് യാ അല്ലാ എന്ന് 900 പ്രാവശ്യം ഓതി ദുആ ചെയ്യുക. പടച്ചോനെ, എൻ്റെ ഇന്ന സാധനം നഷ്ടപ്പെട്ടു, തിരിച്ചു തരണേ എന്ന് ദുആ ചെയ്യുക. അവസാനവും ഒരു സ്വലാത്ത് ചൊല്ലുക. എല്ലാ ദുആക്കൾക്കും ആദ്യവും അവസാനവും ഒരു സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. അത് ആ ദുആയ്ക്ക് ഒരു സീലാണ്. അപ്പോൾ 900 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാ ഓതി ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ, വസ്തുക്കൾ തിരിച്ചു നൽകുന്നതാണ്. അള്ളാഹു പരമാവധി ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാ, ഡോക്ടർ ഷെഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം, കൺസൾട്ടിംഗ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷെഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽമഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. ജീവൻ TV പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു, 10,000 കണ്ടിരുന്ന പ്രോഗ്രാം. എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട്.
അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി, വെള്ളിയാഴ്ച 9:00-9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551.